Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ഓണം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ SPCയുടെ ഓണം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസം തുടർച്ചയായി നടത്തപ്പെടുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പോലീസ് സേനയുടെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥി പോലീസ് കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ വേറിട്ടൊരു പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നുള്ളത് സ്റ്റുഡൻസ് പോലീസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. കർമ്മനിരതരായ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളെല്ലാം സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയരായി പുതിയ യുഗത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചുകൊണ്ട് പോകാനും സാധ്യമാകുന്നത്. എന്നാൽ അതിനെല്ലാം ഇടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക്, വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒട്ടേറെ തിന്മകളെല്ലാം കാണേണ്ടതുണ്ട്. അതിനെയെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ കേഡറ്റുമാരുടെ ഉത്തമ ദൗത്യം എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട നിർധനരായ വിഭാഗങ്ങൾക്കിടയിൽ നമ്മുടെ കൊച്ചുമക്കളെല്ലാം ഇവിടെ കടന്നു വരുന്നുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി മുഖ്യാതിഥിയായിരുന്നു. കഴിയാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം ഏതെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയാതെ അവിടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഒരു കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ 2010 കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ നമ്മുടെ SSLC റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുമായിരുന്നു. മലയാള മനോരമ, മാധ്യമം, അതുപോലെ തന്നെ മാതൃഭൂമി തുടങ്ങിയ എല്ലാ പത്രത്തിൻ്റെയും തലക്കെട്ടിൽ നാളെ SSLC പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മക്കൾ തോറ്റിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ കൗൺസിലിംഗ് സെന്റേഴ്സ്, കൊടുങ്ങല്ലൂർ ഇന്ന സ്ഥലത്ത് കൗൺസിലിംഗ് സെന്റർ, ഡിസംബറിൽ ഇന്ന സ്ഥലത്ത് കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചിരിക്കുന്നു, മതിലകത്ത് ഇന്ന സ്ഥലത്ത് കൗൺസിലിംഗ് സെന്റർ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുള്ള മാധ്യമ വാർത്ത നമ്മുടെയൊക്കെ മുന്നിൽ ആ കാലഘട്ടങ്ങളിൽ വന്നിരുന്നു. പക്ഷേ കുറേ നാളുകളായി അത്തരമൊരു കൗൺസിലിംഗ് സെന്ററുകൾ നമ്മുടെ സ്ഥലത്ത് തുടർന്നില്ല എന്നുള്ള വാർത്തകൾ ആ പത്രത്തിൽ കാണുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ SSLC പരീക്ഷ തലേന്ന് വരുന്നതിൻ്റെ തലേ ദിവസം നമ്മളുടെ സ്കൂളിൻ്റെയൊക്കെ തന്നെ മുമ്പിൽ കൗൺസിലിംഗ് സെന്റേഴ്സ് തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മളുടെ വിദ്യാഭ്യാസം കടന്നുപോയിരുന്നു. ആരോഗ്യവും ശുചിത്വവും, മൊബൈൽ ആൻഡ് സോഷ്യൽ മീഡിയ ഉപയോഗം, സൈബർ സെക്യൂരിറ്റി, ആത്മഹത്യാ പ്രവണത തടയുക എന്നീ പ്രമേയങ്ങൾ ക്യാമ്പിന്റെ പ്രധാന വിഷയങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക സുരക്ഷ എന്നീ വിഷയങ്ങളിൽ കേഡറ്റുകൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. SPC PTA പ്രസിഡന്റ് രമ്യ അധ്യക്ഷയായി. MES സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് മുഹമ്മദ് ഇബ്രാഹിം, സ്കൂൾ PTA അംഗം KA നാസർ, സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് AA അനീസ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ഗിരീഷ് കുമാർ P, ജെംസി P ജോർജ്, DI സബീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മറ്റ് അധ്യാപകരും അനധ്യാപകരും PTA ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ, ചെമ്മെ നടന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി, തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായിരം ചിന്തുപാടി. എടാ മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോകണ്ടേ.